ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ് ഇറ്റലിയിലേക്ക്. അപ്പം ഇപ്പോൾ രാവിലെ 8:30 ആയിട്ടുണ്ട്. 8:45 ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും, സ്കിപ്പോൾ എയർപോർട്ടിൽ പോകും. പിന്നെ 11 o'clock-നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ക്യാബിൻ ബാഗും എല്ലാം നമ്മൾ പാക്കാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഊബർ വരും, പിന്നെ നമുക്ക് ഇറങ്ങണം. എറിക്കിൻ്റെ എയർപോർട്ട് ലുക്കാണിത്. നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് നമുക്ക് മ്യൂണിക്കിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. അവിടെ ഒരു 2.5 hours ഇരുന്നിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നമുക്കൊരു 2 അല്ലെങ്കിൽ 2.5 hours എടുക്കും. പിന്നെ നമ്മൾ നേപ്പിൾസ് എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും. ഞങ്ങൾ ഊബർ പിടിച്ച് ഇനി നമ്മൾ ആംസ്റ്റർഡാം സ്കിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. പിള്ളേർക്ക് ഇപ്പം ഇവിടെ മെയ് വെക്കേഷനാണ്. അപ്പം മോസ്റ്റ്ലി വെക്കേഷൻ പോകുന്ന സീസണാണ്. എല്ലാവരും എയർപോർട്ടിൽ കുറച്ച് ബിസി ആയിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് പോകുന്നത് ടെർമിനൽ ബിയിലാണ്. അപ്പം നമുക്ക് കുറച്ച് ടൈമുണ്ട് എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ. അപ്പം ചുമ്മാ ഇവിടെയൊക്കെ കയറി ഇറങ്ങി പോവുകയാണ് നമ്മൾ. നല്ല ക്യൂട്ട് ബാഗ്സൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഫ്ലൈറ്റ് വരുന്നവരെ നമ്മുടെ ഗേറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തേക്കുന്നു. ഇനി നമുക്ക് മ്യൂണിക്കിൽ സ്റ്റോപ്പ് ഓവർ ഉണ്ട്. ഒരു 2 hours ആണ് അവിടെ സ്റ്റോപ്പ് ഓവർ ഉള്ളത്. പിന്നെ നമ്മൾ നേപ്പിൾസിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറണം. ഓൾമോസ്റ്റ് ഒരു 1/2 hour നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറേ ടൈം എടുത്ത് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ. നമ്മുടെ ബാക്കിലും കുറേ എയർപ്ലെയിൻസ് ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. ഇത് ലുഫ്താൻസാൻ്റെ ഒരു ചെറിയ ഫ്ലൈറ്റാണ്. 1 hour ജേർണിയേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് റിഫ്രഷ്മെൻറ്റ്സ് ഒന്നും കിട്ടത്തില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ വിശക്കുന്ന ഒരാളുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പം അവന് വേണ്ടി വേറെ ഒരു സാൻഡ്വിച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ഫ്ലൈറ്റ്. ഇപ്പോൾ ഫ്ലൈറ്റിൽ കുറച്ച് നേരം ടൈം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിരിക്കുന്നു മ്യൂണിക് എയർപോർട്ടിൽ. ഇതിൻ്റെ ഏരിയൽ വ്യൂസ് ഇവിടെ നിന്ന് നമുക്ക് കാണാം. നല്ല രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ എത്തി മ്യൂണിക് എയർപോർട്ടിൽ. ഇവിടെ നിന്ന് നമുക്ക് ട്രെയിൻ പിടിക്കണം. അടുത്ത ഫ്ലൈറ്റ് നമുക്ക് വേറെ ഗേറ്റിൽ നിന്നാണ്. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ട്രെയിനുണ്ട് ആ ഗേറ്റിലേക്ക് പോകാൻ. ഗേറ്റിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഞ്ചിന് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ലഞ്ച് തപ്പി നടന്നതാണ്. ഇവിടെ ഒരു ഷോപ്പിൽ കയറി നമ്മൾ ഒരു സാൽമൺ സാൻഡ്വിച്ചും ചിക്കൻ സാൻഡ്വിച്ചും ക്രോസാനും ഡ്രിങ്ക്സും ഒക്കെ മേടിച്ചു. നേപ്പിൾസ് എത്താൻ നമുക്ക് കുറേ ടൈം എടുത്തു. കാരണം ഫ്ലൈറ്റ് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നേപ്പിൾസിലെത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഊബർ എടുത്തു. ഊബറിലാണ് നമ്മൾ നമ്മുടെ സ്റ്റേയിങ് പ്ലേസിലേക്ക് പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് സൊറൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. അതും ഇവിടെ നിന്ന് ഒരു 1 hour ജേർണി ഉണ്ട് നേപ്പിൾസിന്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂസൊക്കെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ് നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് മൗണ്ടൻസും അങ്ങനത്തെ നല്ല കളറിലുള്ള സീയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന മൗണ്ടൻ വെസൂവിയസ് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് നേപ്പിൾസിലുള്ളത്. ട്രാഫിക്കും സ്ഥലമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മോസ്റ്റ് ഇന്ത്യൻ സിറ്റീസിനൊക്കെ പോലെ തന്നെ തോന്നി. പ്രത്യേകിച്ച് റൂൾസ് അത്രയാരും ഫോളോ ചെയ്യുന്നില്ല. എതിലേലുമൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഹോണടി കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ. നെതർലൻഡ്സിൽ അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഹോൺ അടിക്കുന്നത്. സൊറൻറ്റോയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ഒരു സീ വ്യൂ കാണാം ഇവിടുത്തെ. ഇതിലാണ് നമ്മൾ നാളെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാപ്രി ഐലൻഡിൽ പോകുന്നുണ്ട്. അപ്പം ബൈ ബോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അടുത്ത 4 days നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ പേരാണ് ഗ്രാൻഡ് ഹോട്ടൽ ഫ്ലോറ.
നമ്മുടെ റൂമൊക്കെ നമ്മൾ കാർഡ് മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ റൂമിൽ ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. കാർഡ് കാണിച്ചിട്ട് ഒന്ന് പുഷ് ചെയ്താൽ മതി. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ച് നമ്മൾ നോക്കി, അത് കാർഡൊന്ന് ബ്ലോക്ക് ആയായിരുന്നു. ബട്ട് പിന്നെ വർക്കായി അത്. ഇപ്പായി. കയറുമ്പോൾ തന്നെ നമുക്ക് റൂമും കൂടെ ഒന്ന് കാണാം. നമുക്ക് അവർ റൂം ഒരു അപ്ഗ്രേഡ് തന്നായിരുന്നു, ഫ്രീ അപ്ഗ്രേഡ് നമുക്ക് കിട്ടി വന്നപ്പോൾ തന്നെ. ലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇത് ബാത്റൂമാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മൾ ആക്ച്വലി നോക്കിയ റൂം. നമ്മളിത് എക്സ്പെൻസീവ് ബുക്ക് ചെയ്തില്ല. ഇവിടെ നമുക്കൊരു നല്ല ക്യൂട്ട് ബാൽക്കണി ഉണ്ട്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. അവിടെ കണ്ടോ, മൗണ്ടനും സീയും എല്ലാം കൂടെ. ഞങ്ങളിനി താഴെ പോയി എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. ഒത്തിരി ടയർഡായി, വിശക്കുന്നത്. സോ താഴെ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും കഴിക്കാം. നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന് ടയർഡായ കൊണ്ട് നമ്മൾ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. പുറത്തൊന്നും പോയില്ല. ഇതാണ് നമ്മുടെ ഹോട്ടലിലുള്ള റെസ്റ്റോറൻറ്റ്. നല്ല ക്യൂട്ട് സെറ്റപ്പ് ആയിരുന്നു. ഇവരുടെ മെയിൻ കളർ കോമ്പിനേഷൻ വൈറ്റ്, ബ്ലൂ ആൻഡ് ബ്രൗൺ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ കളർ കോമ്പിനേഷനിൽ ഇത് കാണാൻ വേണ്ടി. ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുമുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മൾ ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് ഇനി വെയിറ്റ് ചെയ്യുകയാണ് ഫുഡിന് വേണ്ടി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തന്ന ഒരു ഫ്രീ സ്റ്റാർട്ടറാണത്. പിന്നെ നമ്മുടെ ഓർഡേഴ്സും വരാൻ തുടങ്ങി. ക്യാപ്പച്ചീനോ, ഹോട്ട് ചോക്ലേറ്റ്, മിൻറ്റ് ടീ. എറിക്ക് ഓർഡർ ചെയ്താണ് പാസ്ത. ഞാനൊരു ചിക്കൻ കട്ട്ലറ്റ് വിത്ത് ചിപ്സ്. നിതിനൊരു റിസോട്ടോ ഓർഡർ ചെയ്തായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ വാക്കിനിറങ്ങി സ്ഥലമൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് സൈഡിലൊക്കെ ലെമൺ ട്രീയും ഓറഞ്ച് ട്രീയും ഒക്കെ കുറേ കാണാൻ കിട്ടും. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും അടുത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഹോട്ടൽ ബിൽഡിംഗ്. സോ നമ്മൾ റൂമിൽ വന്ന്, പക്ഷെ നമ്മുടെ കാർഡ് വർക്ക് ആകുന്നില്ല. ഇന്നത്തെ താഴെ പോയിരിക്കുക, റിസപ്ഷനിൽ ചോദിക്കാം. ഞങ്ങൾ താഴെ ഷോപ്പിലൊക്കെ പോയി കുറച്ച് ബനാനയും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇൻ കേസ് രാത്രി നമുക്ക് വിശന്നാൽ ബനാനയും വെള്ളമൊക്കെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ടോട്ടലി ടയർഡായി. ഇനി ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ഇനി കാണാം നാളെ. നമ്മൾ ശരിയാക്കും അത്. കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ബൈ. നമ്മൾ ഓൾമോസ്റ്റ് കിടക്കാൻ തുടങ്ങിയപ്പം ഒരു നോക്ക് കേട്ടു വാതിലിൽ. അപ്പം നമുക്ക് അടുത്ത സർപ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു വൈനാണ്. നല്ലൊരു വൈനാണ്. നമുക്ക് സ്പെഷ്യൽ സർപ്രൈസ് അവർ റൂമിൽ കൊണ്ട് എത്തിച്ച് തന്നതാണ്.